إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും പ്രിയം നിറഞ്ഞ സത്യാന്വേഷികളായ വിശ്വാസികളെ വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയമായി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ എല്ലാ ഓരോരുത്തരോടും അതീവ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി പാലിച്ച് നാളെ മരണാനന്തര ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന നാളിൽ അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യനായി ജനിച്ച ഏതൊരാൾക്കും അവൻ ജനിച്ചു വളർന്ന നാടുമായി പ്രകൃതിപരമായി ഒരു ബന്ധമുണ്ട്. തന്റെ സ്വഭാവത്തെയും അവന്റെ മൂല്യങ്ങളെയും വ്യക്തിത്വങ്ങളെയും എല്ലാം രൂപപ്പെടുത്തുന്നതിൽ ആ നാടിന് വലിയ പങ്കുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ നാടിനോടും ആ രാജ്യത്തോടുമുള്ള സ്നേഹം അത് മനുഷ്യന്റെ പ്രകൃതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിപ്പിച്ച ഒന്നാണ്. വിശുദ്ധ ഖുർആൻ അതിലേക്ക് വെളിച്ചം വീശുന്ന വിശുദ്ധ ഖുർആനിന്റെ വീക്ഷണം കാണാം. സ്വന്തം നാടിനോടുള്ള സ്നേഹവും അതിൽ നിന്ന് വിട്ടുപിരിയുന്നതിന്റെ വേദനയും എത്രത്തോളമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കി നൽകിയതായി കാണാൻ സാധിക്കും. ജീവിതത്തോടുള്ള സ്നേഹത്തോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നാടിനോടുള്ള സ്നേഹത്തെ ഉപമിച്ചതായി കാണാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ 4-ാം അധ്യായം സൂറത്തുൽ നിസായിലെ 66-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നതായി കാണാം, വലൗ അന്നാ കതബ്നാ അലൈഹിം അൻ ഖത്ലു അൻഫുസകും ഔ യഖ്റുജു മിൻ ദിയാരികും മാ ഫഅലൂഹു ഇല്ലാ ഖലീലും മിൻഹും വലൗ അന്നഹും ഫഅലൂ മാ യുഅള്ളു ബിഹി
ലകാന ഖൈറൻ ലഹും വഅശദ്ദൻ തസ്ബീത. എന്താണ് റബ്ബ് പറഞ്ഞത്? നിങ്ങൾ സ്വന്തം ജീവൻ ബലിയർപ്പിക്കണമെന്നോ നിങ്ങളുടെ വീട് വിട്ട് നിങ്ങൾ ഇറങ്ങണമെന്നോ അവർക്ക് കൽപ്പന നൽകിയിരുന്നുവെങ്കിൽ അവരിൽ ചുരുക്കം പേരൊഴികെ അത് ചെയ്യുമായിരുന്നില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവൻ നൽകാൻ, അതുപോലെ വീട് വിട്ടിറങ്ങാൻ പറഞ്ഞാൽ അത് എല്ലാവരും സ്വീകരിക്കണമെന്നില്ല. അത് അവന്റെ ജീവനോടും അവന്റെ നാടിനോടുമുള്ള അവന്റെ ആ സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നത്. ഒരു നാടും വീടും വിട്ടിറങ്ങാൻ പറയുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തം ജീവനോടെയാണ് ഉപമിച്ചതായി കാണാൻ സാധിക്കുന്നത്. ഇത് കാണിക്കുന്നത് ഒരു വിശ്വാസിക്ക് തന്റെ ജനിച്ചു വളർന്ന നാട് അത് ജീവന് തുല്യം പ്രിയപ്പെട്ടതായിരിക്കുമെന്നതാണ്. വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി മറ്റു മാർഗങ്ങളൊന്നുമില്ല എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന തൗഹീദിന്റെ കലിമത്ത് അത് അനുസരിച്ച് അത് പ്രഖ്യാപിച്ച് ജീവിക്കാൻ ഒരു നാട്ടിൽ തടസ്സങ്ങൾ ഉണ്ട് എങ്കിൽ മാത്രമേ രാജ്യം വിടാൻ പാടുള്ളൂ എന്നതാണ്. അല്ലെങ്കിൽ അങ്ങ് മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്ത ഘട്ടത്തിൽ മാത്രമാണ് ഹിജ്റക്ക് ഇസ്ലാം കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയും ആ നാടുമായിട്ടുള്ള അവന്റെ സ്നേഹം അത് ഒരു വ്യക്തിയുടെ ഉയർന്ന സ്വഭാവത്തിന്റെയും ഉത്തമമായ വ്യക്തിത്വത്തിന്റെയും അടയാളമായിട്ടാണ് പണ്ഡിതന്മാർ അതിനെ പറഞ്ഞതായി കാണാൻ സാധിക്കുന്നത്. അവന്റെ നാടിനോടുള്ള ആ സ്നേഹത്തെയാണ് പണ്ഡിതന്മാർ അങ്ങനെ വിവക്ഷിച്ചതായി കാണാൻ സാധിക്കും. ഫൻദുർ ഇലാ ഹനീഇഹി ഇലാ ഔസാനിഹി വതശൗഫിഹി ഇലാ ഇഖ്വാനിഹി. ഒരാളുടെ വ്യക്തിത്വം, ആ വ്യക്തിത്വം മനസ്സിലാക്കാൻ അവന്റെ നാടിനോടുള്ള ആഗ്രഹവും അവന്റെ നാടിനോടുള്ള സ്നേഹവും അതുപോലെ സഹോദരങ്ങളുള്ള ഈടുറ്റ ബന്ധവും കഴിഞ്ഞുപോയ നല്ല കാലത്തെ കുറിച്ചുള്ള അവന്റെ ഓർമ്മകളും നോക്കിയാൽ മതി എന്നാണ്. ഒരാളുടെ വ്യക്തിത്വം മനസ്സിലാക്കാൻ ആ നാടുമായിട്ടുള്ള അവന്റെ ബന്ധം എത്രയുണ്ട് എന്ന്, ആ നാടുമായി അവന്റെ സ്നേഹം എത്രയുണ്ട് എന്ന് നോക്കിയാൽ അവന്റെ വ്യക്തിത്വം മനസ്സിലാക്കാൻ സാധിക്കുമെന്നതാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിൽ നിക്ഷേപിച്ചിട്ടുള്ള ഈ പ്രകൃതിദത്തമായ ഈ ഒരു ഗുണത്തെക്കുറിച്ച് മഹത്തുക്കൾ വിവരിച്ചതായി കാണാം. സലാസു ഖിസാലിൻ ഫീ സലാസത്തിൻ അസ്നാഫിൻ മിനൽ ഹയവാൻ الإبل تهن إلى أوطانها وإن كان أهدها بعيدا. ഒരു ഒട്ടകം എത്ര ദൂരത്തായാലും അത് അതിന്റെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ അത് വെമ്പൽ കൊള്ളുമെന്നാണ്. അത് ഏതൊരു മൃഗവും അങ്ങനെയാണ്. നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളൊക്കെ അങ്ങനെയാണ്. അതിന്റെ കൂട്ടിലേക്ക് അണയാൻ, അതിന്റെ സമയമായി കഴിഞ്ഞാൽ അതിലേക്ക് എത്തുവാൻ അത് വെമ്പൽ കൊള്ളുമെന്നതാണ്. എന്നിട്ട് പറഞ്ഞു വത്വൈറു ഇലാ വഖിരിഹി വഇൻ കാന മൗളിഉഹു മുജ്ദിബൻ. ഒരു പക്ഷി അതിന്റെ ആ കൂട് നിൽക്കുന്ന സ്ഥലം അതിനി എത്ര വരണ്ടതായാലും ആ കൂട്ടിലേക്ക് തന്നെ അത് പറന്നെത്തുമെന്നതാണ്. വൽ ഇൻസാനു ഇലാ വതനിഹി വഇൻ കാന ഗൈറു അക്സറ നഫ്അ. അതുപോലെയാണ് മനുഷ്യൻ മറ്റു നാടുകളിൽ കൂടുതൽ ഭൗതികമായ വിഭവങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവന്റെ ആ സ്വന്തം ജനിച്ചു വളർന്ന നാടിലേക്ക് അതിലേക്ക് എത്താൻ അവൻ അടങ്ങാത്ത സ്നേഹം പുലർത്തുമെന്നതാണ്. നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിയാർത്ഥം പോയ ആളുകളാണ്. എവിടെ പോയാലും നമ്മുടെ വീടും നമ്മുടെ നാടും
അങ്ങോട്ട് എത്തുവാനാണ് എപ്പോഴും നമ്മൾ കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവന്റെ നാടിനോടും വീടിനോടുമുള്ള സ്നേഹമാണ് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകാപരമായ രാജ്യസ്നേഹം കാണാൻ സാധിക്കും. നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജനിച്ച, അവിടുന്ന് ജീവിച്ച ആ നാട് മക്ക എന്ന രാജ്യം, ആ നാടിനോടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അളവറ്റ സ്നേഹം കാണാൻ സാധിക്കും. പ്രവാചകന്റെ ആ പ്രവാചകത്വത്തിന്റെ തുടക്ക സമയം, വഹി ഇറങ്ങിയ സമയം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യത്തെ വഹയിന്റെ വചനങ്ങൾ കേൾപ്പിച്ചപ്പോ അവിടുന്ന് പേടിച്ച് വിറച്ച് പനി പിടിച്ചുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് വന്നപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് സമാധാനിപ്പിച്ചതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയത് അന്നത്തെ വേദഗ്രന്ഥങ്ങളിലെ അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്ന വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കലേക്കാണ്. ആ വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയപ്പോ അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതായി കാണാം, ഹാദാ അന്നാസു ഹാദാ നാമൂസുൽ ലദീ നസല അല്ലാഹു അലാ മൂസ യാ ലൈതനി ഫീഹാ ജസ്അൻ ലൈലതനി ജദ്ദഅൻ ലൈതനി അകൂന ഹബ്ബൻ ഇദ് യുഖ്രിജുക ഖൗമുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വറഖത്ത് ബിൻ നൗഫൽ പറയുകയാണ്, ഇത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ച അതേ ദൂതൻ തന്നെയാണ് താങ്കളുടെ അടുക്കലേക്കും വന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് താങ്കളുടെ അടുക്കൽ വന്നത്. നിന്റെ ജനത നിന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന സന്ദർഭത്തിൽ അന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ വഹയുമായി വന്നത്. ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ വന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെയാണ് പ്രവാചകരെ അങ്ങയുടെ അടുക്കലേക്കും വന്നത് എന്ന് വറഖത്ത് ബിൻ നൗഫൽ പറയുകയുണ്ടായി. എന്നിട്ട് പറയാണ്, അദ്ദേഹത്തെ നിന്റെ ജനത നിന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറയുകയുണ്ടായി. ഇത് കേട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്ഭുതത്തോടെയും അതീവ വേദനയോടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അവ മുഖ്രിജഹും, അവർ എന്നെ എന്റെ സ്വന്തം നാട്ടിൽ നിന്ന് എന്നെ പുറത്താക്കുകയോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. സ്വന്തം ജനത തന്നോട് ശത്രുത കാണിക്കുന്നതിനേക്കാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിച്ചത് ആ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് പ്രവാചകനെ പുറത്താക്കുന്ന കാര്യമായിരുന്നു. അതുകൊണ്ട് ആ പ്രവാചകൻ ചോദിച്ചത്, എന്നെ ഈ നാട്ടിൽ നിന്ന് എന്റെ നാട്ടുകാർ പുറത്താക്കുകയോ എന്ന ആ വേദനയോടെയുള്ള ചോദ്യം. മാത്രമല്ല, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന, മദീനയിൽ മക്കയിൽ നിന്ന് പ്രവാചകനെ പുറത്താക്കുന്ന ആ സന്ദർഭം, അങ്ങനെയാണ് ഹിജ്റ പോകുന്നത്. ആ ഹിജ്റ പോകാൻ പ്രവാചകൻ നിർബന്ധിതനായ സമയത്ത് മക്കയുടെ അതിർത്തിയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് നിൽക്കുന്നുണ്ട്. വേദനയോടുകൂടി വിതുമ്പലോടുകൂടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അതിർത്തിയിൽ നിൽക്കുന്നത്. എന്നിട്ട് മദീനയുടെ അതിർത്തിയിൽ നിന്ന് മക്കയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിഞ്ഞു നിന്ന് പറയുകയാണ്, വല്ലാഹി ഇന്നകി ലഖൈറു അർദില്ലാഹ്, അല്ലാഹുവാണ് സത്യം, അല്ലാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ഉത്തമമായ ഭൂമിയാണ് ഈ മക്ക എന്ന ഈ പ്രദേശം. വഅഹബ്ബു അർദില്ലാഹി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട നാടാണ് മക്ക.
വലൗലാ അന്നി അഖ്റജ്തു മിൻകി മാ ഖറജ്തു. എന്റെ നാട്ടുകാർ എന്നെ ഈ നാട്ടിൽ നിന്നും ഈ രാജ്യത്തു നിന്നും പുറത്താക്കിയിരുന്നില്ല എങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് ഇത് വിട്ട് പുറത്തു പോകുമായിരുന്നില്ല എന്ന് മക്കയിലെ അതിർത്തിയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറയുകയാണ്. അത് പ്രവാചകന് ആ ജനിച്ചു വളർന്ന നാടിനോടുള്ള സ്നേഹമാണ്. ഇനി മക്കയോട് മാത്രമല്ല പ്രവാചകന്റെ സ്നേഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറത്താക്കി മദീനയിലേക്ക് എത്തി. ആ മദീനയിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം തുടങ്ങിയപ്പോൾ ആ മദീന എന്ന പ്രവാചകന്റെ രണ്ടാമത്തെ മാതൃരാജ്യമായ ആ മദീനയെ രണ്ടാമത്തെ മാതൃരാജ്യമായി സ്വീകരിക്കുകയും അവിടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രാജ്യത്തോടും ആ നാടിനോടും പ്രവാചകൻ സ്നേഹം പ്രകടിപ്പിച്ചു എന്നതാണ്. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഖദിമ മിൻ സഫരിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴൊക്കെ ഫനദറ ഇലാ ജുദൂറാത്തിൽ മദീന, മദീനയുടെ മതിലുകൾ പ്രവാചകൻ കണ്ടാൽ, മദീനയിൽ നിന്ന് പുറത്തുപോയി യാത്ര മറ്റു രാജ്യങ്ങളിലേക്കോ മറ്റു കച്ചവട ആവശ്യങ്ങൾക്കൊക്കെ പ്രവാചകൻ പുറത്തു പോയാൽ തിരിച്ചു വരുന്ന സമയത്ത് മദീനയുടെ അതിർത്തി പ്രദേശങ്ങൾ കണ്ടു കഴിഞ്ഞാൽ وإن كان على دابة حرقها من حبها, അവിടുന്ന് ആ പ്രവാചകൻ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ വേഗത കുറച്ച് കൂട്ടുമെന്നാണ്. വേഗം ആ മദീനയിലേക്ക് പ്രവേശിക്കാൻ, വേഗത്തിൽ വീട്ടിലെത്താൻ പ്രവാചകൻ അതിന്റെ വേഗതയൊന്ന് കൂട്ടുമെന്നാണ്. കാരണം അത്രയും ആ മദീനയോടുള്ള സ്നേഹം കാരണമായിരുന്നു അത് എന്നതാണ്. ഇനി മാത്രമല്ല, ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് എഴുതിയതായി കാണാം, ഈ ഹദീസ് മദീനയുടെ മഹത്വത്തോടൊപ്പം താമസിക്കുന്ന നാടിനെ സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകത അതിന്റെ പ്രമാണമാണ് ഈ ഹദീസ് എന്നാണ്. നമ്മൾ ഏത് നാട്ടിലാണ് ജീവിക്കുന്നതെങ്കിലും നമ്മൾ ജനിച്ചു വളരുന്ന നാട്ടിൽ ആ രാജ്യത്തോട് സ്നേഹം പ്രകടിപ്പിക്കണമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്, പ്രമാണമാണ് ഈ ഹദീസ് എന്നതാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഇതിനെ വിശദീകരിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കുന്നത്. ഇനി മാത്രമല്ല, സ്വഹാബികളുടെ അനുഭവങ്ങൾ കാണാം. മൈസൂൻ ബിൻ ബഹദൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായി സിറിയയിലെ കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്ന ഗ്രാമീണ വനിതയാണ് മൈസൂൻ. കൊട്ടാര സുഖങ്ങളെക്കാൾ താൻ ജനിച്ച ഗ്രാമത്തെയും ലളിതമായ ജീവിതത്തെയുമാണ് അവിടുന്ന് ആഗ്രഹിച്ചതായി കാണാൻ സാധിക്കും. അതുപോലെ ബിലാൽ റളിയല്ലാഹു അൻഹു ചരിത്രം, ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മരണശേഷം മക്ക വിട്ട് മദീനയിലേക്ക് പോവുകയാണ്. പ്രവാചകനില്ലാത്ത നാട്ടിൽ ഇനി എനിക്ക് താമസിക്കാൻ, എനിക്ക് ജീവിക്കാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം മദീനയിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ആ മദീനയിലേക്ക് എത്തിയ ബിലാൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് അസുഖബാധിതനായി പനി പിടിച്ച് കിടക്കുന്ന സമയം മക്കയിലെ കിദിർ പുല്ല്, ആ പുല്ലിനെയും അതുപോലെ മജന്നയിലെ ഉറവകളെയും ഓർത്തുകൊണ്ട് അവിടുന്ന് കവിത ആലപിക്കുമായിരുന്നു എന്നാണ്. മദീനയിലാണെങ്കിലും സ്വന്തം നാടിനെ ഓർത്തുകൊണ്ടാണ് അവിടുന്ന് ജീവിതം കഴിച്ചുകൂട്ടിയത് എന്നതാണ്. മാത്രമല്ല, ഒരു നാടിന്റെ ഉന്നതിയും അത് ആ നാടിന്റെ വികസനം, അതിന്റെ ഉന്നതി, അതിലോരോ വിശ്വാസികളുടെയും പങ്ക് ഉണ്ടായിരിക്കണം. വിശ്വാസികളുടെ ബാധ്യതയാണ്. നമ്മുടെ നാടിന്റെ പുരോഗതിയും ഈ നാടിന്റെ സമാധാനവും ഇവിടുത്തെ ജീവിതത്തിന്റെ നിർഭയത്വവും അത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നാട്ടിൽ നന്മയുണ്ടാക്കാൻ, ആ നാട്ടിൽ നന്മയുണ്ടായാൽ അതിന്റെ ഗുണം
എല്ലാവർക്കുമാണ്. ഒരു നാട്ടിൽ കുഴപ്പങ്ങളുണ്ടായാൽ, അക്രമങ്ങളുണ്ടായാൽ അതിന്റെ പ്രയാസം എല്ലാവരും തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക. പ്രയാസം ഉണ്ടാക്കുന്നവൻ മാത്രമല്ല, അല്ലെങ്കിൽ ആ പ്രയാസം അനുഭവിക്കുക ആ നാട്ടിലെ മുഴുവൻ ആളുകളുമാണ്. പ്രയാസം ഉണ്ടാക്കിയവൻക്കും പ്രയാസമായിരിക്കും, മറ്റെല്ലാ ആളുകൾക്കും പ്രയാസമായിരിക്കും. ഒരു വികസനമുണ്ടായാൽ അത് എല്ലാവർക്കും അതിന്റെ ഗുണമുണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ ഒരു ഉപമയിലൂടെ പഠിപ്പിക്കുന്നതായി കാണാം. ഒരു യാത്രാ സംഘം കപ്പലിലൂടെ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കപ്പലിൽ 2 തട്ടുകളാണ് ഉള്ളത്, താഴെയും മുകളിലും. ആ കപ്പലിലെ യാത്രക്കാർക്കുള്ള ഭക്ഷണവും കുടിക്കുവാനുള്ള വെള്ളവും എല്ലാം മുകളിലെ തട്ടിലാണ്. അങ്ങനെ കപ്പൽ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് താഴെയുള്ള ആളുകൾക്ക് വെള്ളത്തിന് ആവശ്യമുണ്ടായി, ദാഹമുണ്ടായി. അവരാലോചിച്ചു, മുകളിൽ പോയി വെള്ളം കൊണ്ടുവരണമെങ്കിൽ ആ മുകളിലെ അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ പ്രയാസപ്പെടുത്തി അങ്ങോട്ട് പോകണം. എന്നാൽ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ കടലിലൂടെയാണ്. ഈ കടലിലെ ഈ കപ്പലിന്റെ താഴെ ഭാഗത്ത് ഒരു ചെറിയ ദ്വാരമുണ്ടാക്കിയാൽ അതിലൂടെ വെള്ളമെടുക്കാമെന്ന് അവർ ആലോചിക്കുകയുണ്ടായി. ഈ ദ്വാരമുണ്ടാക്കുന്നത് മുകളിലെ തട്ടിലുള്ള ആളുകൾ കണ്ടുനിന്ന് അതിനെ കൈപിടിക്കാതിരുന്നാൽ മുകളിലുള്ളവരും താഴെയുള്ളവരും എല്ലാവരും മുങ്ങിപ്പോകും. ഇതുപോലെയാണ് ഒരു നാട്ടിൽ അവിടെ ഒരു തിന്മ കണ്ടാൽ, ഒരു അക്രമം കണ്ടാൽ അത് തടയാതിരുന്നാൽ ആ നാട്ടിലെ മുഴുവൻ ആളുകളും അതിന്റെ പരിണിതമായ ഫലം അനുഭവിക്കേണ്ടി വരുമെന്നതാണ് ഈ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ രാജ്യത്തെയും നമ്മുടെ നാടിനെയും അതിന്റെ സമാധാനവും അതിന്റെ ഐക്യവും നിലനിർത്തുക എന്നത് അത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. നമ്മൾ കാരണത്താൽ ഈ നാടിന്, ഈ രാജ്യത്തിന് ഒരു പ്രയാസമുണ്ടാകാൻ പാടില്ല. നമ്മൾ കാരണത്താൽ ഈ നാട്ടിലെ സമാധാന അന്തരീക്ഷത്തിന് ഒരു ഭംഗം വരുത്താൻ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എപ്പോഴും ഇതിന്റെ സമാധാന അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുന്നതിന്റെ മുന്നിൽ, അതിന്റെ മുന്നണി പോരാളികളായി നമ്മൾ ഉണ്ടാകണമെന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുകയും നമ്മുടെ നാടിനെ ഏറ്റവും നല്ല സമാധാനവും ഐക്യവും കൂടെ കൊണ്ടു നടക്കുവാനും അല്ലാഹു നമുക്കൊക്കെ നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد فيا عباد الله اتقوا الله تعالى وأطيعوه. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വർത്തമാനകാലത്ത് നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, ഒന്നാമതായി ഫസാദ്, കുഴപ്പങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ്. നാട്ടിൽ വർഗീയതയും ഭിന്നതയും അതുപോലെ വിദ്വേഷവും വളർത്താൻ പലപ്പോഴും ചില ശക്തികൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നമ്മൾ സമാധാനത്തിന്റെ വക്താക്കളായി മാറണം. നമ്മളുടെ ഒരു കമന്റ് കാരണം, നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു പോസ്റ്റ് കാരണം
അത് സമൂഹത്തിന്റെ ഐക്യവും ആ സമൂഹത്തിന്റെ സ്നേഹവും തകർക്കുന്ന ഒന്നാകരുത്. പലപ്പോഴും ഇലക്ഷനൊക്കെ വരുമ്പോൾ വിദ്വേഷ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കിടയിൽ ചേരിതിരിക്കുന്ന പല പ്രവണതയും പല പാർട്ടികളും എടുക്കാറുണ്ട്. ഇതിനൊന്നും തലവെച്ച് കൊടുക്കേണ്ടവരല്ല യഥാർത്ഥത്തിൽ വിശ്വാസികൾ. നമ്മളെപ്പോഴും അത്തരം കാര്യങ്ങളിൽ സമാധാനത്തിന്റെ വക്താക്കളായി നിലനിൽക്കേണ്ട ആളുകളാണ്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ അള്ളാഹുവിൽ സൂക്ഷിച്ച് ജീവിക്കേണ്ടവരാണ്. തഖ്വ എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു നാട്ടിൽ അള്ളാഹുവിന്റെ ബറക്കത്തുണ്ടാകാൻ പ്രധാന കാരണം അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസവും സൂക്ഷ്മതയുമാണ്. നമ്മുടെ രാജ്യത്ത് എല്ലാ വിഭാഗങ്ങളുമുണ്ട്, എല്ലാ മതങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന നാടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാകാൻ പാടില്ല. അവരുടെ വിശ്വാസം നമ്മളും നമ്മുടെ വിശ്വാസം അവരും രണ്ട് മിക്സായി പോകുന്ന അവസ്ഥകൾ ഉണ്ടാകരുത്. നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൽ ആ തൗഹീദിൽ ശിർക്ക് കലരുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഒരിക്കലും കൂടിച്ചേർന്നായിരിക്കരുത് പ്രവർത്തിക്കേണ്ടത്. ആ നാട്ടിൽ വിശ്വാസവും സൂക്ഷ്മതയോടുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ ധാരാളമായി അനുഗ്രഹങ്ങൾ അല്ലാഹു ആ നാട്ടിലേക്ക് വർഷിക്കുമെന്നതാണ്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. ആ നാട്ടുകാർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആകാശത്തു നിന്നും അതുപോലെ ഭൂമിയിൽ നിന്നും അവർക്ക് നാം ധാരാളമായി അനുഗ്രഹങ്ങൾ തുറന്നു കൊടുക്കുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. മൂന്നാമതായി അവിടുത്തെ ഭരണാധികാരികളും ആ രാജ്യത്തെ നിയമങ്ങളുമാണ്. രാജ്യത്തിന്റെ സമാധാനത്തിനും അതുപോലെ ക്രമസമാധാനത്തിനും ഭരണാധികാരികളെ അനുസരിക്കുക എന്നത് ആവശ്യമാണ്. ഇവിടെ നിയമമുണ്ട്. ആ നിയമ സംഹിതയുടെ അതിന് അനുസൃതമായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ തോന്നിയ പോലെയാകരുത്. ഭരണാധികാരിയുടെ നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ച ആളുകളെ, അത്തിഉല്ലാഹ വ അത്തിഉ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. വ ഉലിൽ അംരി മിൻകും, അതുപോലെ നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണമെന്നാണ്. ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത കാലത്തോളം ഏത് രാജ്യത്താണോ നമ്മൾ ജീവിക്കുന്നത് ആ രാജ്യത്തിന്റെ ഭരണഘടനയും നിയമങ്ങളും അനുസരിക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ നിർബന്ധമായ ബാധ്യതയാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമികമായ വിശ്വാസ ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ടാണോ ഭരണാധികാരികൾ നിലപാടെടുക്കുന്നത്, അത് നമ്മൾ അനുസരിക്കേണ്ടതില്ല. ഇന്ന് അത്തരം സാഹചര്യങ്ങൾ നമ്മുടെ നാടുകളിൽ നിലനിൽക്കുന്നില്ല എന്നതാണ്. നമ്മുടെ ഇസ്ലാമികമായ പ്രബോധനങ്ങൾക്ക്, ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക്, 5 നേരം പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ, ഇങ്ങനെ ഇസ്ലാമികമായ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഇന്ന് നമ്മുടെ രാജ്യത്ത് അതിന്റെ ഭരണഘടനയും അതിന്റെ നിയമ സംവിധാനങ്ങളെല്ലാം നമുക്ക് അനുവാദം നൽകുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്നേഹവും അവിടുത്തെ ഐക്യവും കാത്തു സൂക്ഷിക്കുവാൻ അതിപ്രധാനമായതാണ് ഭരണാധികാരികളെ അനുസരിക്കുക എന്നത്. എന്നാൽ ഭരണാധികാരികളുടെ വ്യക്തിപരമായ യുക്തിരഹിതമായ ആഹ്വാനങ്ങളെ, അവരുടെ ആചാരങ്ങളോ നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. ഉദാഹരണത്തിന് കോവിഡ് വന്ന സമയം, കൊറോണ വന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരി പറഞ്ഞു എല്ലാവരും പാത്രം മുട്ടണമെന്ന്. അത് യുക്തിരഹിതമായ ഒരു കൽപ്പനയാണ്. അങ്ങനെയുള്ള കൽപ്പനകൾ അനുസരിക്കേണ്ടതില്ല. അനുസരിക്കേണ്ടത് യുക്തിപരമായ കൽപ്പനകൾ മാത്രമാണ് നമ്മൾ അനുസരിക്കേണ്ടത് എന്നതാണ്. നാലാമതായി ഭരണാധികാരികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഭരണാധികാരികൾ നന്മയിലായിരിക്കുമ്പോഴാണ് നാട് നന്നാകുക.
ഭരണാധികാരികൾ നല്ലവരാവാൻ, അവർ നല്ലത് പറയാൻ, അവർക്ക് നല്ല രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നതാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, ലൗ കാന ലി ദഅവത്തുൻ മുസ്തജാബ മാ ജഅൽതുഹാ ഇല്ലാ ഫി സുൽത്താൻ. ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആ പ്രാർത്ഥന ഉപയോഗിക്കുക ഭരണാധികാരികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോ എപ്പോഴും നമ്മുടെ നാടിന്റെ ഇവിടുത്തെ ഐക്യം നിലനിൽക്കാൻ, ഇവിടെ സ്നേഹത്തോടു കൂടി പോകാൻ, ഇവിടെ നല്ല നല്ല വികസനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്നതാണ്. അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ബാധ്യതകൾ എന്താണ്? നമ്മുടെ കടമകൾ, നമുക്ക് ധാരാളം കടമകൾ നിർവഹിക്കാനുണ്ട്. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. ഭരണഘടന അതിന്റെ മൂല്യങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന തിന്മയുടെ ശക്തികളെ തോൽപ്പിക്കുവാനും രാഷ്ട്രീയപരമായും സാമുദായികമായും നാം ബോധവാന്മാരായിരിക്കണം. ഇലക്ഷനുകളിലും അതുപോലെ പൊതുവിഷയങ്ങളിലും കൃത്യമായ ഇടപെടലുകൾ നമ്മളിൽ നിന്നുണ്ടായിരിക്കണമെന്നതാണ്. നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടവരല്ല, മാറി നിൽക്കേണ്ടവരല്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ നന്മയ്ക്ക് വേണ്ടി അതിൽ ഇടപെടൽ ഉണ്ടാകണമെന്നതാണ്. ഇന്ന് നമുക്ക് ആരാധനാ സ്വാതന്ത്ര്യവും അതുപോലെ നമ്മുടെ ദീൻ പ്രബോധനം ചെയ്യുവാനുള്ള സൗകര്യങ്ങൾ ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഈ സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മാതൃകാപരമായി മുസ്ലിമായി ജീവിക്കാനും ഇസ്ലാമിന്റെ കാരുണ്യം അത് മറ്റുള്ള ജനങ്ങൾക്ക്, ഇസ്ലാമിന്റെ തൗഹീദ് അത് മറ്റുള്ളവർക്ക് പരമാവധി എത്തിച്ചു കൊടുക്കുവാനും ഈ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഉപയോഗപ്പെടുത്തി ചെയ്യേണ്ട കാര്യമാണ്. അതിൽ നമ്മുടെ ഒരു ശ്രദ്ധയുണ്ടായിരിക്കണമെന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നമ്മുടെ നാടിനെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നാടിനെ നശിപ്പിക്കുന്ന, ഈ നാടിന്റെ ഈ സ്നേഹവും ഐക്യവും ഇല്ലായ്മ ചെയ്യുന്ന അത്തരം ആളുകളിൽ നിന്ന് അല്ലാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നാളെ ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം ആളുകൾ നരകത്തിലേക്കും പോകുമ്പോൾ ആ സ്വർഗക്കാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നരകത്തിലേക്ക് പോകുന്ന ഹതഭാഗ്യവാന്മാരിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. മാതാപിതാക്കളോട് സ്നേഹത്തോടു കൂടി നല്ല രീതിയിൽ വർത്തിക്കുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, നാട്ടുകാർ അവരെല്ലാം ഇന്ന് അവരുടെ കബറിടങ്ങളിലാണ്. അവരുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരുണ്ട്, അവരുടെ പ്രയാസങ്ങളെ, കടബാധ്യതകളെ നീ നല്ല രീതിയിൽ അത് കൊടുത്തുകൂട്ടുവാനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്, അവരുടെ പ്രയാസങ്ങളെ ഈ ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. വേദനകൾക്ക് പകരമായി പാപങ്ങൾ മായ്ച്ചു കൊടുക്കുകയും സ്വർഗം പ്രദാനം ചെയ്യുകയും ചെയ്യണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാലിൽ ഹാജാത്ത്. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إليه الكفر والفسوق والعصيان واجعلنا من الراشدين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاهة نقمتك وجميع سخطك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. فاذكروا الله العظيم يذكركم واشكروه على نعمه يزدكم ولذكر الله الأكبر والله يعلم ما تصنعون. وأقم الصلاة.